ശസ്ത്രക്രിയ ഒഴിവാക്കി എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത്യാധുനിക ESD ചികിത്സ വിജയകരമായി നടത്തി പാലക്കാട് കിംസ് അവൈറ്റീസ് ഹോസ്പിറ്റൽ. ശക്തമായ വയറുവേദനയെ തുടർന്ന് നടത്തിയ പ്രാഥമിക എൻഡോസ്കോപ്പി പരിശോധനയ്ക്ക് ശേഷം ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെട്ട 28 വയസ്സുള്ള യുവതി വിദഗ്ധ ചികിത്സയ്ക്കായി കിംസ് അവൈറ്റീസ് ഹോസ്പിറ്റലിൽ ഡോക്ടർ പീതാംബരനെ സമീപിക്കുകയായിരുന്നു. രോഗിയുടെ പ്രായവും ആരോഗ്യനിലയും പരിഗണിച്ച് ശസ്ത്രക്രിയ ഒഴിവാക്കി മിനിമലി ഇൻവേസീവ് ചികിത്സ നടത്താൻ ഡോക്ടർ തീരുമാനിക്കുകയായിരുന്നു. ഹൈദരാബാദ് കിംസ് ഹോസ്പിറ്റലിൽ നിന്നുള്ള കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആൻഡ് ലീഡ് കൺസൾട്ടന്റ് ആയ ഡോക്ടർ ശ്രീകാന്ത് അപ്പാസാജിയുടെ നേതൃത്വത്തിൽ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ MS പീതാംബരൻ, കൺസൾട്ടന്റ് ഡോക്ടർ RR രാജകമൽ, മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അരവിന്ദ് വെങ്കിട്ടരാമൻ, കൺസൾട്ടന്റ് ഡോക്ടർ സന്ദീപ് ജനാർദ്ദനൻ, അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ ഷഹനാസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് അത്യാധുനിക EUS സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എൻഡോസ്കോപ്പി വഴിയുള്ള മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ വിജയകരമായി നടപ്പാക്കിയത്. വയറുവേദനയായിട്ട് വന്ന രോഗിക്ക് വയറ്റിന് ആമാശയത്തിൽ ഒരു ചെറിയൊരു ദശ, അതായത് ആമാശയത്തിന്റെ ഉള്ളിൽ ആൻഡ്രം എന്ന ഭാഗത്ത് ചെറിയൊരു ദശയുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ നിങ്ങൾക്കത് സിമ്പിളായി പറഞ്ഞ് മനസ്സിലാക്കി തരാണെങ്കിൽ നമ്മുടെ ഒരു ടയർ ഒരു ട്യൂബും സങ്കല്പിക്കാം. അപ്പൊ ട്യൂബിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ട്യൂബിലേക്ക് ടയർ മുറിച്ച് ട്യൂബ് മുറിച്ച് അതിന് പ്രശ്നം ശരിയാക്കി രണ്ടിനെയും ക്ലോസ് ചെയ്യാം. ഇതാണ് സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു പ്രക്രിയ. അതായത് ലാപ്രോസ്കോപ്പിയോ ഓപ്പൺ സർജറിയോ ചെയ്തിട്ട് ഇത് എടുത്തു കളയാന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്യൂബിലേക്ക് കാറ്റടിക്കുന്ന സുഷിരത്തിലൂടെ നമ്മൾ ഈ ഒരു എൻഡോസ്കോപ്പ് കടത്തിവിട്ട് ആ ഒരു കേടുവന്ന ഭാഗത്തെ അല്ലെങ്കിൽ ആ ഒരു ദശയെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയാന്നുള്ളതാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതായത് പേഷ്യന്റിന് പുറമെ ഒരു മുറി ഉണ്ടാവില്ല, വലിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയില്ല, ഈ കുടൽ മുറിക്കേണ്ട അവസ്ഥയില്ല. എല്ലാം വളരെ ചെറിയ, അതായത് വായിലൂടെ തന്നെ ട്യൂബ് ഇട്ടിട്ട് ആ ഒരു കുടലിലുള്ള ആമാശയത്തിലുള്ള ചെറിയൊരു ദശയെ എൻഡോസ്കോപ്പി വഴി റിമൂവ് ചെയ്യാം. ഇപ്പോൾ തെറാപ്യൂട്ടിക് എൻഡോസ്കോപ്പി പറയുന്നത് എൻഡോസ്കോപ്പി വഴി പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താനോ എന്തെങ്കിലും അസുഖം മാറ്റാനുള്ള കുറേ പ്രൊസീജിയേഴ്സ് യൂഷ്വലി ചെയ്യാറുണ്ട്. ബ്ലീഡിങ് നിർത്താൻ, അതേപോലെ തന്നെ ഈ പിത്തരസ് ഒഴുകി വരുന്ന ട്യൂബിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ERCP ചെയ്യാം. ഈ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയറിന് തേർഡ് സ്പേസ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്, അതായത് കുടലിൻ്റെ ഉൾഭാഗത്തോ ആമാശയത്തിൻ്റെ ഉൾഭാഗത്തിൻ്റെ ഭിത്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന കട്ടികളൊക്കെ വലിയൊരു ഓപ്പറേഷൻ ഇല്ലാണ്ട് എൻഡോസ്കോപ്പിക് സർജറി വഴി എടുത്ത് കളയാനാണ്. അതിനാണ് തേർഡ് സ്പേസ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. ഇതിലൂടെ ആക്ച്വലി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആയെന്നുള്ളത് പാലക്കാടുകാരായിട്ട് നമുക്കും ഭയങ്കര സന്തോഷമാണ്. ആൻഡ് ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഹോസ്പിറ്റൽ ഭാഗത്തുനിന്നും കിംസ് ഗ്രൂപ്പ് എങ്ങനെയാണോ അവർ ഏറ്റെടുത്തിരിക്കുന്നത് ഇത്രയും ഫെസിലിറ്റീസൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്, ഇപ്പോൾ ഭാവിയിലും ഇതേപോലത്തുള്ള പ്രൊസീജിയേഴ്സ് പാലക്കാട് പേഷ്യൻസൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ള ഞങ്ങൾക്കൊരു ഉറപ്പ് ഉണ്ട്. മുറിവുകളില്ലാതെ ഉയർന്ന കൃത്യതയോടെ പ്രശ്നമുള്ള ഭാഗം മുഴുവനായി നീക്കം ചെയ്യാൻ സാധിച്ചതാണ് ഈ ചികിത്സയുടെ പ്രധാന പ്രത്യേകത. ചികിത്സയ്ക്ക് പിന്നാലെ രോഗി അതിവേഗം സുഖം പ്രാപിക്കുകയും കുറഞ്ഞ ദിവസത്തിൽ ഡിസ്ചാർജിന് യോഗ്യമാവുകയും ചെയ്തു. കിംസ് അവൈറ്റീസ് ഹോസ്പിറ്റൽ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഏറ്റെടുത്തതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾ പാലക്കാട് മേഖലയിലേക്ക് കൊണ്ടുവരാൻ ആവുമെന്നും കേരളത്തിലെ കിംസിന്റെ മൂന്നാമത്തെ ഹോസ്പിറ്റൽ എന്ന നിലയിൽ അഡ്വാൻസ്ഡ് പ്രൊസീജിയറുകൾ ഇവിടെ ലഭ്യമാക്കുന്നത് പാലക്കാടിന്റെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നും ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സകൾ പ്രാദേശിക ജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും ഡയറക്ടർ ആൻഡ് കിംസ് കേരള ക്ലസ്റ്റർ സിഇഒയുമായ ഫർഖാൻ യാസിൻ അറിയിച്ചു. ഇനി കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ഏതാണ്ട് 27 ആശുപത്രികൾ, ഡോക്ടർ ഭാസ്കർ റാവു കാർഡിയോതൊറാസിക് സർജൻ, പുള്ളിയാണ് നമ്മുടെ ചെയർമാൻ, ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര, കർണാടക, ഇപ്പോൾ കേരളത്തിൽ, ഇനി തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. പാലക്കാട് നമ്മുടെ വരവിൻ്റെ പ്രധാന ഉദ്ദേശം പാലക്കാടിലുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളും കൊണ്ടുവരിക. ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഈ ജില്ലയിൽ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. ഇനി കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. അവർക്ക് ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ് സപ്പോർട്ടും അതുപോലത്തെ ക്ലിനിക്കൽ എക്സ്പെർട്ടൈസും വെച്ചിട്ട് പാലക്കാട് ജില്ലയിലുള്ള ആൾക്കാർ എന്തിനാണോ കോയമ്പത്തൂരും എറണാകുളത്തും ചികിത്സ തേടി പോകുന്നു, ആ ചികിത്സകൾ ഇവിടെ തന്നെ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് നമുക്ക്. കിംസ് അവൈറ്റീസ് ഹോസ്പിറ്റൽ യൂണിറ്റ് ഹെഡ് ഡോക്ടർ വിനോദ് രാജഗോപാൽ, മെഡിക്കൽ സൂപ്രണ്ട് ആൻഡ് സീനിയർ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ സുരേഷ് ഗോപാലൻ, ഡോക്ടർ MS പീതാംബരൻ, ഡോക്ടർ അരവിന്ദ് വെങ്കിട്ടരാമൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.